ഹലോ. ഒരല്പമൊന്ന് ചിന്തിക്കണം. കാരണം മരിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ച് നോക്കൂ നിങ്ങൾ. ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ജനാധിപത്യവും ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എൻ്റെ വീക്ഷണത്തിൽ 75% അത് മരിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 25% അതിനുവേണ്ടി വളരെ വീര്യത്തോടു കൂടി ഒന്ന് ചിന്തിക്കണം എന്നതാണ് എനിക്ക് ഇന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ആദ്യം തന്നെ നോക്കൂ നിങ്ങൾ. ഈ രാജ്യം അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളിൽ കിടന്ന് കൈകാലുകൾ അടിച്ചപ്പോൾ അത് സഹിഷ്ണുതയുടെ വീര്യ പോരാട്ടവുമായി ഇറങ്ങിയ ഒരു മഹാത്മാവിനെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. എന്തിനാണ് നിറയൊഴിച്ചത്? ആരാണ് നിറയൊഴിച്ചത്? രാജ്യസ്നേഹികളാണ്. ഇന്ന് ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹികളുടെ കൈകളാലാണ്. നിറയൊഴിക്കുന്ന എന്തിന്? ദൃഢഗാത്രനായ ആ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ യുവത്വം ഇന്ത്യക്ക് വേണ്ടി പോരാടി ഇന്ത്യയിലുടനീളം ഓടി നടന്ന് അർദ്ധപട്ടിണിയിലും എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഓടി നടന്ന് വീര്യ പോരാട്ടം നടത്തി അവസാനം ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അദ്ദേഹത്തെ ഒരു മനുഷ്യക്കോലം മാത്രമായി, 10, 15, 20 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യക്കോലവും അല്പജീവനും മാത്രമായി. ആ ശരീരത്തിൽ എന്തിനാ രാജ്യസ്നേഹികളെ നിങ്ങൾ നിറയൊഴിച്ചത്? കൈകൊണ്ടൊന്ന് തട്ടിയാൽ പോലും പോകാവുന്ന ജീവൻ മാത്രം ബാക്കി വെച്ച അവസ്ഥയിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും ആ ജീവൻ പൊലിയും. ആ മനുഷ്യന്റെ നേരെ നിറയൊഴിച്ച രാജ്യസ്നേഹികളാണ് നമ്മൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് ഈ ഭരണഘടന സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഭരണഘടന ഇല്ലാതിരുന്ന ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം ഈ രാജ്യത്തിന്റെ അടുത്ത നീക്കം എന്നുള്ളതിനെ കുറിച്ച് വളരെയേറെ ചിന്തിച്ചുകൊണ്ട് ബഹുഭാഷാ പണ്ഡിതനായ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന്റെ അധീനതയിൽ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി ഒരു ഭരണഘടന ഉണ്ടാക്കി. ഏകദേശം 10-17 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ അദ്ദേഹം അധ്യക്ഷനായി. സുന്ദരമായ സംസ്കാരങ്ങൾ അതിലേക്ക് ഉടനീളം കൊണ്ടുവന്നു. ഏകദേശം 20 ഭാഗങ്ങളായി 395 വകുപ്പുകൾ ചേർത്ത് 12 ഷെഡ്യൂളാക്കി മാറ്റിയ ഏറ്റവും ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംസ്കാരം. 3-4 രാജ്യങ്ങളുടെ ഏറ്റവും കൊള്ളാവുന്ന സംസ്കാരങ്ങളും എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വേറൊരു വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന ശില്പി അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇന്നും ജീവനോട് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന രാജ്യസ്നേഹികളാണെന്നുള്ളത്. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഇന്ത്യന്റെ സുരക്ഷിതത്വത്തിനും ഇന്ത്യന്റെ നന്മയ്ക്കും വേണ്ടി സംസാരിക്കുന്ന അഥവാ പറയുന്ന ഓരോ വ്യക്തികളെയും ഈ രാജ്യസ്നേഹികളുടെ ചെൽപ്പടിക്ക് നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഓരോരുത്തരെയും കൊന്നൊടുക്കിയ രാജ്യസ്നേഹികളാണ്. അതുപോലെ തന്നെ മതമനുസരിച്ച് ഭരണഘടന അനുശാസിക്കുന്ന ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത എല്ലാ കീഴ്ജാതിക്കാരെയും അതുപോലുള്ള മറ്റ് വിഭാഗങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ഓരോന്നിനെ കൊന്നൊടുക്കിക്കൊണ്ട് ജീവിക്കുന്ന, കഴിഞ്ഞു പോകുന്ന, ക്രൂരവിഹരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യസ്നേഹികളാണ്. മതമനുസരിച്ച് ജീവിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും അനുവദിക്കാതെ അതിനെല്ലാം കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യസ്നേഹികൾ. നോക്കൂ നിങ്ങൾ, ഹൈന്ദവതയിൽ തന്നെ യുവതികള്, കൗമാരക്കാര് ഭക്തിപൂർവ്വം ഓടിയെത്തുന്ന ഒരു ക്ഷേത്രത്തിൽ അവരെ മാടി വിളിച്ച് അവരെ അധീനതയിലാക്കിക്കൊണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത കാമവർഗന്മാരായ ഒരുപറ്റം രാജ്യസ്നേഹികൾ. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയാണെന്ന് മനസ്സിലാക്കണം. രാജ്യസ്നേഹികൾ അതുപോലെ അല്പം പോലും ചിന്തയില്ലാതെ ഏത് ഹീന പ്രവൃത്തിയും ചെയ്യാം എന്ന് ലൈസൻസ് കൊടുത്ത കുറെ രാജ്യസ്നേഹികൾ. എങ്ങോട്ടാണ് ഈ ഇന്ത്യ പോകുന്നത്? എനിക്ക് സംസാരിക്കാനുള്ളത് യുവാക്കളോടാണ്, യുവതലമുറകളാണ്. നിങ്ങളുടെ ബെഡിൽ നിങ്ങൾ കിടന്നുകൊണ്ട് ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും നിങ്ങളിങ്ങനെ മൊബൈലിൽ ഞോണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, എന്തിനാണ് അത് ചെലവാക്കുന്നത്? യൂറോപ്യന്റെ അധപ്പതിച്ച സംസ്കാരത്തിന്റെ ലഹരിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. യൂറോപ്യന്റെ അധപ്പതിച്ച ആ സംസ്കാരം, അതിൽ നിന്ന് കിട്ടുന്ന ഊർജമുണ്ടല്ലോ, അതെന്തിൻ്റെയാണ്? കുടുംബ ബന്ധങ്ങളില്ല, സാഹോദര്യങ്ങളില്ല, മാതാപിതാക്കൾ പൈതൃകമില്ല, പിതൃത്വമില്ല, ഒന്നുമില്ല. നാൽക്കാലികളെ പോലെ ഇഷ്ടമുള്ളതിനെ ഭോഗിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. അത് ഞങ്ങൾക്കൊരു
പ്രതിബന്ധങ്ങളും ഞങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല എന്ന് പറയുന്ന ആ അതപ്പതിച്ച സംസ്കാരത്തിന്റെ മസാലകളിലാണ് ഇന്ന് ഭൂരിപക്ഷം യുവതി യുവാക്കൾ. നിങ്ങളെ നിങ്ങളെ കിടക്കയിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി കളയുന്ന സമയമുണ്ടല്ലോ, ഈ സമയം നാളെ നിങ്ങൾക്ക് കിട്ടാതാവും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം. എന്തിന് ചിന്തിക്കണം? നോക്കൂ, ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മനുഷ്യർ മുഴുവനും, ജനാധിപത്യ സ്നേഹികൾ മുഴുവനും തയ്യാറെടുക്കണം. ഇന്ന് ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പരമ്പരയിൽ നിന്ന് വന്നെത്തിയ ഒരു മനുഷ്യൻ, രാഷ്ട്രീയ ബോധമുണ്ട്, രാജ്യബോധമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇത്ര ധൈര്യത്തോടു കൂടി ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓരോ പാർട്ടികളും ഓരോരുത്തരുടെ വികാരമാണ്. എന്നാൽ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ, നമുക്ക് ഭാരതീയ രാഷ്ട്രീയത്തിൽ നോക്കിക്കാണാൻ പറ്റുന്നത് ഈ ചെറിയ ചെറിയ പാർട്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാ കോൺഗ്രസിന്റെ പിന്നിൽ തന്നെ അണിനിരക്കണം. രാഹുൽ ഗാന്ധിക്ക് ശക്തിയും ബുദ്ധിയുമായി ഓരോരുത്തരെ കൊണ്ട് കഴിയണം. എന്താണ്? നിങ്ങളെ കൊണ്ട് അല്പം സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് കഴിയുമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളെ കൊണ്ടൊരു നോട്ടീസ് ഇറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കണം. അത് ഏത് രീതിയിലും ആകാം. നമ്മൾക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഇന്ത്യക്ക് വീണ്ടും ഒരു രണ്ടാം സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതിനുവേണ്ടി കാണുന്നില്ലേ ആരുണ്ട് ഇവിടെ സംസാരിക്കാൻ? എന്തെല്ലാം കഴിയുന്ന ജനാധിപത്യ വോട്ടവകാശം ഒരേ പൗരന്റെ അവകാശമാണ്. അവർക്ക് അനുയോജ്യമല്ലാത്ത എല്ലാവരെയും വെട്ടി നീക്കി മരിച്ചെന്ന് കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഏതെല്ലാം രീതി പീഡിപ്പിക്കാവോ അതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രാജ്യസ്നേഹികളുടെ നാടാണ് ഇന്ത്യ. നമസ്കരിച്ചത് കൊണ്ട് ആ പള്ളികളെ അവസാനിപ്പിക്കുന്നു, ഭക്ഷണം കഴിച്ചത് കൊണ്ട് കൊന്നൊടുക്കുന്നു. ഒരു മണിപ്പൂര്, ഒരു ഗുജറാത്ത്, ഒരു ധർമ്മസ്ഥല, ഇതൊക്കെ അവിടെ മാത്രമല്ല ഇനി ഉൾക്കൊള്ളാൻ പോകുന്നത്. ഇനി ഇന്ത്യയുടെ സകല മുക്കുമൂലകളിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വേണ്ടി എല്ലാവരുടെയും മനസ്സിനെ തയ്യാറെടുപ്പിക്കണം. അതല്ലാതെ വേറെ വഴിയില്ല. എങ്ങനെയാണ്? ജനാധിപത്യ ഭരണഘടന നൽകിയ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശക്തമായി അതിന്റെ പിന്നിൽ അണിനിരക്കണം. ഒരുപക്ഷെ എനിക്കിത് പറയാൻ കഴിയും. ഇത് 10 പേരുടെ ചെവിയിലെങ്കിലും എത്തിയാൽ, അതിൽ ഒരാളുടെ ബുദ്ധിയെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ അതൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെയേറെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. നോക്കൂ, നിങ്ങൾ ആരെല്ലാമാണോ ഈ രാജ്യസ്നേഹികളെന്ന് പറയുന്ന ഈ കാട്ടാളന്മാർക്ക് എതിര് നിൽക്കുന്നത്, അവരെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നതാണ് അല്ലെ? ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ കിടന്നുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ അവരുടെ അതേ അജണ്ടയ്ക്ക് കീഴ്വണങ്ങിക്കൊണ്ട് തൊഴുതുകൊണ്ട് രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയുടെ ആ പേര് പറയാൻ പോലും നാവറക്കുകയാണ്. ആ വ്യക്തിയുടെ അജണ്ടയുടെ പിന്നിൽ കൂടിക്കൊണ്ട് ജനാധിപത്യ ബോധത്തെ നശിപ്പിക്കാൻ വേണ്ടി കുറെ രാജ്യസ്നേഹികൾ ഇറങ്ങി. ഇവരെ ഒറ്റപ്പെടുത്തണം. എല്ലാ കാലവും അധർമ്മങ്ങൾ കൊടികുത്തി വാഴില്ല. എന്നാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്നത് ആപത്താണ്. അത് പടർന്നു പന്തലിച്ച് വൻമരമായി മാറും. പിന്നെ വെട്ടിമാറ്റാൻ അതിനെ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ജനാധിപത്യം, ഇനി ഒരു രണ്ടാം സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറയുകയാണ്, ഇന്ന് അതിന് കെൽപ്പുള്ള, ശക്തിയുള്ള, എവിടെ നിന്ന് സംസാരിക്കാൻ കഴിവുള്ള, ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിവുള്ള ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ പോരാ. നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ഭൂമി ആവശ്യമാണ്, ഈ രാജ്യം ആവശ്യമാണ്. ഈ രാജ്യത്ത് നിന്ന് സ്വതന്ത്രമായിട്ട് നമ്മൾക്ക് സംസാരിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതിന്നില്ലത്. അതിന്ന് സ്വാതന്ത്ര്യം ഇല്ല, അത് നശിച്ചു. അത് കുടില ചിന്താഗതിക്കാരായ ഒരു മതം അവർക്കൊരു പ്രശ്നമല്ല. അവർ മതത്തെ ഉപയോഗിക്കുന്നത് പോലും അവരുടെ അജണ്ടകളെ ഇവിടെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ ഉറക്കം നടിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളെ സന്താന പരമ്പര, യുവാക്കളെ, നിങ്ങളെ സന്താന പരമ്പരകൾക്ക് നാളെ ഇവിടെ മനസ്സമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അത് കാണാൻ നിങ്ങൾ ഉണ്ടായെന്നും വരില്ല. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെതിരെ ശബ്ദമുയർത്തണം. ഇന്ന് ആ ഒരു മനുഷ്യന്റെ ബുദ്ധി, രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ബുദ്ധിയും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനവും കൊണ്ടിന്ന് ഇന്ത്യയിൽ മൊത്തം ഇവരുടെ ഈ രാജ്യസ്നേഹികളുടെ കള്ളത്തരങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇനി എന്താ വേണ്ടത്? അവരതിനെ മുക്കുന്നതിന് മുമ്പേ ഒറ്റ മാർഗമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ചെറിയ ചെറിയ സ്വന്തം പാർട്ടികളുടെ വികാരം അങ്ങനെ നിർത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യം ഒരു വലിയ ശത്രുവിനെ നേരിടേണ്ടതാണ്. ഈ വലിയ ശത്രുവിനെ നേരിടണമെങ്കിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളൊന്നും പോരാ, ഒരു വലിയ കൂട്ടായ്മ വേണം. അതിലേക്ക് തയ്യാറെടുക്കണം. അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മളെ പാർട്ടികളുടെ വികാരങ്ങൾ അല്പം ഒന്ന് മാറ്റിവെച്ച് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അണിനിരക്കണമെന്നാണ് ഈ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്നാൽ ജനാധിപത്യ ബോധമുള്ള, മനുഷ്യ സ്നേഹമുള്ള ഓരോരുത്തർക്കും ചിന്തിക്കാൻ കഴിയണം. ഇന്ന്
നമ്മൾ കരുതി മുസ്ലിം പള്ളികൾ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത്, അവിടെ വരുന്നവരെ മാത്രമാണ് കശാപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. ക്രൈസ്തവരുടെ സംസ്കാരത്തിലും അവരുടെ ജീവിതത്തിലാണ് ഇടപെടുന്നത്. അല്ല, കാമപെറിയന്മാരാണ് കൂടുതലും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ധർമ്മസ്ഥല. കണ്ടില്ലേ നിങ്ങൾ? ആര് സംസാരിച്ചതിനെ കുറിച്ച്? ഇവിടെ ഒരുപാട് രാജ്യസ്നേഹികളുണ്ടല്ലോ, പട്ടി സ്നേഹികളുണ്ടല്ലോ, മനുഷ്യനോട് സ്നേഹമില്ലാത്ത പട്ടി സ്നേഹികളും രാജ്യസ്നേഹികളും ഉണ്ടല്ലോ. ആരാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്? ഇതൊന്നും മനുഷ്യരല്ലേ? അവരുടെ വിശപ്പും ദളിതന്റെ വിശപ്പും സവർണന്റെ വിശപ്പും എല്ലാം ഒന്നല്ലേ? ദളിതന്റെ രക്തവും അവർണന്റെ രക്തവും എല്ലാം ഒന്നല്ലേ? അവരുടെ ശരീരം വേദനിക്കുന്ന രണ്ടും തുല്യമല്ലേ? പിന്നെ എവിടെയാ, എന്തിനാണ് ഈ വേർതിരിവ് കാണിക്കുന്നത്? എത്ര നാൾ ഇതും കൊണ്ട് ജീവിക്കാൻ കഴിയും? എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മൾക്ക് പറ്റിയ അറിവുകേട്. അവരുടെ പാരമ്പര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാരമ്പര്യം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കും. പോരാ, നല്ലതെന്ന് തോന്നുന്നതിനെ എപ്പോഴും വെട്ടിമാറ്റണമെങ്കിൽ ശക്തിപൂർവ്വം ഇറങ്ങണം. ഒരു വലിയ ശത്രുവിനെ നേരിടണമെങ്കിൽ എല്ലാവരുടെയും വീര്യം ആവശ്യമുണ്ട്. എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചിന്തിക്കുക. അതിനെ ശബ്ദമുയർത്താനും പ്രവർത്തിക്കാനും എങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളത് ചെയ്യണം. ഈ വേളയിൽ ഉള്ളവന് ഈ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മതകാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഈ ഭൂമിയിൽ, ഈ രാജ്യത്ത് നമുക്ക് നിർഭയത്വം ഉണ്ടാക്കണം. അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.